ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. സെയ്ദ് അഹമ്മദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. സെയ്ദ് അഹമ്മദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഖാന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ TX ആന്റണി സ്വാഗതം പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം ഫാത്തിമ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ബോബി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. VJ ജോസ്ലിൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് KB സലാം, അബ്ദുൽ റഹ്മാൻ, അബ്ദുൽ കലാം, ലീല ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. TU അബൂബക്കർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MA സദാനന്ദന്റെ 1ാമത് അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ദീർഘകാലം CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറിയും കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയറും പള്ളുരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന MA സദാനന്ദന്റെ 1ാമത് അനുസ്മരണ ദിനാചരണം പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. രാവിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് പതാക ഉയർത്തി. വൈകിട്ട് കടയഭാഗത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചു. MA സദാനന്ദൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും ജില്ലാ സെക്രട്ടറി S സതീഷ് നിർവഹിച്ചു. നവീകരിച്ച ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ജോൺ ഫെർണാണ്ടസ് പതാക ഉയർത്തി. PA പീറ്റർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. CR സുധീർ അധ്യക്ഷനായി. KS രാധാകൃഷ്ണൻ, MS ശോഭിതൻ, KP ശെൽവൻ, KN സുനിൽകുമാർ, VS ശ്രീജിത്ത്, KC അരുൺകുമാർ, KJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന കരുത്തുള്ള ഒരു പ്രദേശമായിരുന്നില്ലല്ലോ. നമ്മുടെ പ്രദേശം മാത്രമല്ല, കേരളത്തിൻ്റെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സാധ്യമാകുമായിരുന്ന കാലമായിരുന്നില്ല. വലതുപക്ഷം വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങളും പദ്ധതികളും കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞുപിടിച്ച് അടിച്ചു വീഴ്ത്തുന്നതും ആക്രമിക്കുന്നതും എല്ലാം ചെയ്യുന്ന ഒരു കാലയളവാണ് ആ കാലയളവ് എന്നുള്ളത് കാണാം. പള്ളുരുത്തി മേഖലയിൽ ഇവിടെ തന്നെ സഖാക്കൾ പറഞ്ഞത്, നമ്മുടെ കൊടിയൊന്ന് ഉയർത്താൻ, ചെങ്കൊടിയൊന്ന് ഉയർത്താൻ പോലും അനുവദിക്കുമായിരുന്നില്ല. കൊടി ഉയർത്താൻ പോയിട്ട് നമ്മുടെ സഖാക്കൾക്ക് ജനങ്ങളോടും സഖാക്കളോടും സംസാരിക്കാൻ, പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെ പല അനുഭവങ്ങളും പല പ്രദേശത്തും ചെല്ലുമ്പോൾ കാണാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഗുണ്ടകൾ വേദിയിലേക്ക് വരികയും മൈക്ക് ഉൾപ്പെടെ എടുത്ത് ഓടിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ പല പ്രദേശത്തും കാണാൻ കഴിയും. വിവിധ കർമ്മമണ്ഡലങ്ങളിലെ സംഭാവനകൾ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കാം.
നമ്മുടെ പള്ളുരുത്തിക്ക് പുറത്ത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് MS സദാനന്ദൻ. വിവിധ കർമ്മമണ്ഡലങ്ങളിലെ സംഭാവനകൾ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കാം. നമ്മുടെ പള്ളുരുത്തിക്ക് പുറത്ത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് MS സദാനന്ദൻ. പ്രയോഗിക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് നന്ദി പറയാൻ പാടില്ല, നീട്ടിപ്പരത്തി. ഈ യോഗം MAയുടെ ഓർമ്മദിനമാണ്. MA എന്നെ സംബന്ധിച്ച് എൻ്റെ അപ്പൂപ്പനാണ്. MAയുടെ ചിത കൊളുത്തിയത് ഞാനാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി വർത്തമാനകാല രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിക്കേണ്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചു വളരെ സുവ്യക്തമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ MAയുടെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട MAയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നല്ല രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സഹായ സഹകരണവും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഓഫീസ് ആ രൂപത്തിലേക്ക് മാറ്റി തീർത്തത്. എല്ലാവരുടെയും പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. MA സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് ഒരു നല്ല കാര്യമാണ്. MAക്ക് ഒരു സ്മാരകം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത അത് ഈ രൂപത്തിലാണെങ്കിലും നടപ്പിലാക്കിയത് വളരെ നല്ല ഒരു കാര്യമാണെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് ഇന്നലെ ഇതിന്റെ നാമകരണമെല്ലാം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ഇതുവഴി കടന്നുപോയ ഒട്ടനവധി ആളുകൾ നമ്മളോട് പറയുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.